എല്ലാവർക്കും ലിജോസ് നുബിക്കിൻ വെള്ളിലേക്ക് സ്വാഗതം. ഇതെന്താണെന്നറിയാവോ? ഇതാണ് ഓറഞ്ച് അച്ചാർ. ഇത് നമ്മുടെ ഗാർഡനിൽ നമ്മളിപ്പം ഫ്രഷ് ആയിട്ട് പറിച്ച് നമ്മൾ ഓറഞ്ച് അച്ചാർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ റെസിപ്പി നിങ്ങൾക്ക് കാണണ്ടേ? നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കണ്ടേ? അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ അച്ചാർ ഉണ്ടാക്കാനുള്ള ഓറഞ്ച് പറിക്കാൻ വേണ്ടി പോവാം കേട്ടോ. നമുക്ക് ആകെപ്പാട് 3 ഓറഞ്ചിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മുടെ 3 ഓറഞ്ച് നമുക്ക് പറിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഓറഞ്ചിന്റെ റെസിപ്പീസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി തുടങ്ങുമല്ലേ. അപ്പം നമ്മളുടെ ഓറഞ്ച് നമുക്ക് ഓരോന്നായിട്ട് ഇപ്പം പറിച്ചെടുക്കാം. അപ്പം നമുക്ക് വേണ്ടത് 3 ഓറഞ്ചാണ്. പക്ഷെ പിള്ളേർ വരുമ്പോൾ ജ്യൂസും കൂടി ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് പറിച്ചെടുത്തേക്കാം അല്ലേ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇതിന്റെ ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ മുകളിലോട്ടൊക്കെ പറിക്കണമെങ്കിൽ തോട്ടി വേണം. അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചു വെച്ച തോട്ടി അതെല്ലാം പോയി. ഇനിയിപ്പോ ഒരു പുതിയ തോട്ടി ഉണ്ടാക്കി എടുക്കണം. ഏതായാലും നമ്മളിപ്പം ആവശ്യത്തിന് നമ്മൾ പറിച്ചെടുത്തു കേട്ടോ. അപ്പൊ നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. അപ്പം ഓറഞ്ച് പിക്കിൾ ഉണ്ടാക്കാൻ നമ്മൾ 3 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം ഞാൻ ആദ്യം അതിനെ 2ആയിട്ട് അരിഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ ചെറിയ അല്ലിയാക്കി എടുക്കത്തില്ല. നമുക്ക് മറ്റേ മാൻഡറിൻ ആണേലും നമുക്ക് ഓറഞ്ച് അച്ചാർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് ഇതല്ലേ ഇപ്പം അവൈലബിള്. പിന്നെ നമ്മുടെ ഗാർഡനിൽ നിന്ന് നമ്മൾ ഫ്രഷ് ആയിട്ട് പറിച്ചെടുത്ത സാധനമല്ലേ. അപ്പം നമുക്കത് ചെറുതായിട്ട് അല്ലിയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പൊ ഇതിന്റെ തോലോട് കൂടി നമുക്ക് അച്ചാർ ഇടാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഓരോന്നെടുത്ത് അധികം വലിപ്പം ഇല്ലാണ്ട് ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞെടുക്കുക. നമ്മൾ അരിഞ്ഞെടുത്ത ഓറഞ്ച് നമ്മളൊരു ബൗളിനകത്തോട്ട് ആക്കിയിട്ട് ഒരു 3 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു മണിക്കൂർ നേരം നമ്മൾ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. 1 മണിക്കൂർ ഇച്ചിരിയും കൂടെ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ ഇങ്ങനെ എടുത്തു വെക്കണം. അപ്പം നമ്മുടെ ഈ ഓറഞ്ചിന്റെ തൊള്ളിലുള്ള ഒരു കയ്പ്പരസം ഇല്ലേ, അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ കയ്പ്പരസം ഒന്ന് മാറി കിട്ടും. പിന്നെ ചെറുതായിട്ട് അരിയുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടാനും എളുപ്പമാണ് കേട്ടോ. അപ്പം നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നിങ്ങൾക്കറിയാവോ? അപ്പൊ എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, പൊടികളായിട്ട് വേണ്ടത് മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ കടുകും ഉലുവയും പിന്നെ ഒരു ഇച്ചിരി നമ്മുടെ ജീരകം ഇല്ലേ, ചെറിയ ജീരകം, ആ ചെറിയ ജീരകവും കൂടെ വറുത്തിട്ട് പൊടിച്ചു വെച്ചേക്കുന്ന കേട്ടോ. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ഉലുവയുടെ ഇച്ചിരി കൂടിയിരിക്കണം. ഇച്ചിരി കടുകും ഒരു നുള്ള് ജീരകവും മതി. അതും കൂടെ ഇട്ട് ഒന്ന് പൊടിച്ചു വെക്കാം. ഇതിൽ നിന്നൊരു 1/2 ടീസ്പൂണേ നമ്മൾ നമ്മുടെ അച്ചാറിനകത്ത് യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ വേണ്ടത് ഉപ്പാണേ. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ അച്ചാറിന് ഇടുന്ന പോണക്ക് തന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും, പിന്നെ ഗാർലിക് ഇച്ചിരി കൂടുതൽ വേണം, വെളുത്തുള്ളി കൂടുതൽ വേണം, പിന്നെ നമ്മുടെ കറി ലീവ്സും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലേ. അപ്പൊ നാട്ടിൽ നമ്മൾ കടുകെണ്ണയല്ലേ യൂസ് ചെയ്യുന്ന അച്ചാർ ഇടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടെ ഇപ്പം സൺഫ്ലവർ ഓയിലായിരുന്നു, അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ആദ്യം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. കടുക് വേണ്ടവർക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഓൾറെഡി ഞാൻ കടുക് അരച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ കടുക് ഇടുന്നില്ല. അപ്പൊ നമുക്ക് ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പൊ ഇന്ന് ഞങ്ങൾ വിചാരിച്ച് ഒരു ഔട്ട്ഡോർ കുക്കിംഗ് അയക്കാന്ന്. പ്രത്യേകിച്ച് നമ്മുടെ ഓറഞ്ച് അച്ചാർ ആകുമ്പോൾ ഓറഞ്ചിന്റെ ഫ്രണ്ട് ഇന്നുകൊണ്ട് അങ്ങ് ആയിക്കോളാന്ന് വിചാരിച്ചല്ലേ. പിന്നെ ഓറഞ്ച് അച്ചാർ അങ്ങനെ ആൾക്കാരെ വളരെ കുറച്ച് അങ്ങനെ ഇട്ട് കണ്ടിട്ടുള്ളായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വേറൊരു ടേസ്റ്റ്. പിന്നെ നമ്മൾ മലയാളികൾക്ക് അച്ചാർ എന്ന് പറയുമ്പോൾ ഒരു വീക്ക്നെസ് അല്ലേ. ഇപ്പൊ നമ്മുടെ വെളുത്തുള്ളിയും നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കറിവേപ്പിലയും പിന്നെ നമ്മുടെ പച്ചമുളകും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അങ്ങോട്ട് ഇടുമ്പോൾ അതിന്റെ ഒരു സ്മെല്ല് വരും, നല്ല ഉഗ്ര സ്മെല്ല് അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങല്ലേ. അമ്മേ ഫുഡ് റെഡി ആയോ എന്നൊക്കെ അതുപോലെ ഇരിക്കും. എനിവേ ഇതായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പൊടികളിട്ട് ഒന്ന് വഴട്ടാം. അപ്പൊ പൊടികൾ ഇടുന്നതിന് മുമ്പേ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ആദ്യം നമുക്കൊരു ഒരു ചെറുത് കേട്ടോ, ഇത് ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ടാണേ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. എരിവ് വേണ്ടവർക്ക് മറ്റേ മുളക് യൂസ് ചെയ്യാം, അഥവാ കളറ് വേണ്ടവർക്ക് കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അതേ എരിവ് വേണ്ട. അപ്പൊ നമ്മൾ ഈ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണേ. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, കടുകും ഉലുവയും പിന്നെ ഇച്ചിരി ജീരകവും കൂടെ ചേർത്ത് അരച്ച് വെച്ചതാണ്. നമുക്കൊരു ഇത്രത്തിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം.
പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഓറഞ്ച് എടുത്ത് വെച്ചപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു ഇച്ചിരിയും കൂടെ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഇനി വിനാഗിരിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തോട്ട് നമ്മുടെ ഓറഞ്ച് ആഡ് ചെയ്യുവാണ്. ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഇടയ്ക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ ഓണത്തിന് നമുക്കൊരു ഉഗ്രൻ അച്ചാറായി. ശരിക്കും പറഞ്ഞാൽ നാരങ്ങ കണക്ക് കിടക്കും, പക്ഷെ ഓറഞ്ച് അച്ചാറാണ്. അടച്ചു വെക്കാം അല്ലേ. ഓൾറെഡി നമ്മൾ ആ വിനെഗർ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ആ സ്കിന്ന്, ആ ഓറഞ്ചിന്റെ സ്കിന്ന് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിരുന്നു. ഞാൻ വെറുതെ ഒന്ന് എടുത്ത് കഴിച്ചു നോക്കി, അപ്പൊ കയ്പില്ലായിരുന്നു. ഇത് പിന്നെ വേവിച്ചൂണം കഴിയുമ്പോൾ ഇച്ചിരി കൂടി ഇതാകും. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ സെറ്റ് ആകും. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ട നല്ല പോലെ ആയിട്ടുണ്ടേ. ഞാൻ ഒരു സ്കിന്നും എടുത്ത് നോക്കട്ടെ. ആ സ്കിന്ന് ഒരു ഇച്ചിരിയും കൂടെ ആവാനുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചു നേരം കൂടെ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ വീണ്ടും നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കുവാണ്. ഇത് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഒരു 3 ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പം അടുത്ത് വീണ്ടും നമ്മൾ വിനെഗർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. വിനെഗർ ഒഴിക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വിനെഗറാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പം 2 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതൊന്ന് നമുക്ക് ഒന്ന് തിളച്ച് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാനുള്ളത് നമ്മുടെ കായപ്പൊടിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മറ്റേ കട്ടക്കായ ഉണ്ടെങ്കിൽ അത് പൊടിച്ചാണെങ്കിലും ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കടയിൽ നിന്ന് കിട്ടത്തില്ല കായപ്പൊടി. അപ്പൊ നമുക്ക് ഇത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഒരു കണക്ക് നമ്മൾ ശരിക്കും ഒരു അര പോലും വേണ്ട, ഒരു 1/4 മതിയായിരിക്കും. 1/4 ടീസ്പൂണിന്റെ ആവശ്യമുള്ളൂ. അപ്പം അത്ര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. നമ്മൾ ആ കായ ഇട്ട് കഴിയുമ്പോൾ അച്ചാറിന്റെ മണം ടോട്ടലി അങ്ങോട്ടങ്ങ് മാറും അല്ലേ. കായത്തിന്റെ മണവും കൂടെ ആയി കഴിയുമ്പോൾ ശരിക്കും ഒരു അച്ചാറിന്റെ മണം വന്നു തുടങ്ങി. ഇനിയിപ്പം ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്, അതാണ് ഇതിന്റെ രുചി കൂട്ടുന്നത് കേട്ടോ. അത് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. എന്താന്ന് വെച്ചാല് ഒരു ഇച്ചിരി പഞ്ചസാര. ചിലവര് ശർക്കര ചേർക്കാറുണ്ട് കേട്ടോ. ശർക്കര ചേർക്കുക. ഇത് നമ്മളിവിടെ ഇവിടുത്തെ റോസ് ഷുഗർ കേട്ടോ. അപ്പം വൈറ്റ് ഷുഗർ ആണെങ്കിലും അതാണേലും ചേർത്താൽ മതി. നമുക്കിപ്പോൾ ഇതാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇത് ഞാനിപ്പോൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മധുര ആവശ്യമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർക്ക് 1/2 ടീസ്പൂൺ ആണെങ്കിലും ചേർത്താൽ മതി കേട്ടോ. ഞാൻ ഇതിട്ട് കൊടുക്കാൻ പോകട്ടോ. ഇപ്പം നല്ല പോലെ നമ്മൾ ഇളക്കി കൊടുത്തു. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അച്ചാർ കേട്ടോ. നോക്കിക്കേ, കണ്ട. അപ്പം ഇതൊന്ന് രുചിച്ച് നോക്കണ്ടേ നമുക്ക്. ശരിക്കും ഒരു ഇച്ചിരി നേരം ഒന്ന് തണുപ്പാറാനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇത് നമുക്കൊന്ന് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാവേ. പറയണ്ട, അടിപൊളിയാട്ടോ. ഇങ്ങനെ നക്കി തിന്നോണ്ടിരിക്കുക. എനിവേ, ഒരു വെറൈറ്റി അച്ചാറ്. അപ്പൊ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഏതായാലും നമുക്ക് ഇത്തരത്തെ ഓണക്കാലത്ത് നമുക്ക് ഇത്തവണ ഓറഞ്ച് അച്ചാറും കൂടെ കഴിച്ചു നോക്കാം. അപ്പൊ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് കമന്റ്സ് ഇടണം കേട്ടോ. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.